അങ്ങനെ സാന്റിയാഗോ ബെർണബോയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. റയൽ ആരാധകർ കാത്തിരുന്ന മിറാക്കിളൊന്നും ഉണ്ടായില്ല. ആർസണലിന്റെ ഡിഫൻസ് അത്രയ്ക്കും സുപ്പീരിയർ ആയിരുന്നു. അവർ മികച്ച രീതിയിൽ തന്നെ കറക്റ്റായിട്ടൊരു പ്ലാൻ വെച്ച് കളിച്ചു. അതിനനുസരിച്ച് തന്നെ 2-1 വിജയം നേടാൻ രണ്ടാം ലെഗിലും ആർസണലിന് സാധിച്ചു. ആദ്യ ലെഗിൽ 3-0 എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ റയലിനെ തകർത്തെറിഞ്ഞ ആർസണൽ മൊത്തം ഇപ്പം എഗ്രിഗേറ്റ് സ്കോർ 5-1 എന്നുള്ള രീതിയിൽ ഒരു ആധികാരിക വിജയം നേടിയാണ് രാജകീയമായിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. PSG ആണ് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ആർസണലിന്റെ എതിരാളികൾ. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗണ്ണേഴ്സ് വീണ്ടും ചാമ്പ്യൻസ് ലീഗിന്റെ സെമി കളിക്കാൻ പോകുന്നത്. മത്സരം നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ആർസണലിന്റെ ഡിഫൻസ് അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു. കാരണം റയൽ മാഡ്രിഡിന്റെ നീക്കങ്ങളൊക്കെ മുളയിൽ തന്നെ നുള്ളാൻ ആർസണലിന്റെ ഡിഫൻസിന് സാധിച്ചു. അതിപ്പം മിഡ്ഫീൽഡിൽ ഡെക്ലാൻ റൈസ് ആണെങ്കിലും തോമസ് പാർട്ടി ആണെങ്കിലും, പിന്നെ അതുകൂടാതെ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള സാലിബ, പിന്നെ അതുകൂടാതെ കിവിയോർ, പിന്നെ 2 റൈറ്റ് ബാക്കുകളും ലെഫ്റ്റ് ബാക്കും, അതായത് ലൂയിസ് കെല്ലിയും പിന്നെ അതുകൂടാതെ ജൂറിയൻ ടിംബർ, ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നാന്തരം ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. വിനീഷ്യസിനെ നൈസായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ ജൂറിയൻ ടിംബറിന് സാധിച്ചു. എംബാപ്പെ പലപ്പോഴും ഡെക്ലാൻ റൈസിന് മുമ്പിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പലപ്പോഴും ആ ഒരു ഫ്രസ്ട്രേഷൻ എംബാപ്പയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസും ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു. കാരണം ഒരു ടീനേജറായുള്ള പ്ലെയറാണ്, വളരെ കൂളായിട്ട് തന്നെ കളിച്ചു എന്നുള്ളത്. കാരണം ബെർണാബുവിലെ ഒരു ഇലക്ട്രിഫൈയിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ ആദ്യമായിട്ട് കളിക്കുന്നത്, പക്ഷേ അതൊന്നും ബാധിക്കാത്ത രീതിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയറെ പോലെ കളിച്ചു. പിന്നെ ഇതിനൊപ്പം തന്നെ കിവിയോറിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. കാരണം ഗബ്രിയേൽ മെഗലസ് ഇല്ലാത്തതിന്റെ ആ ഒരു അഭാവം തീർക്കാനാണ് കിവിയോർ എത്തിയത്. പക്ഷേ കിവിയോർ 2 ലെഗിലും നല്ല പെർഫോമൻസ്, സെൻസിബിൾ ആയുള്ള ഒരു പ്ലേ തന്നെയാണ് കിവിയോറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സാലിബയുടെ ആ ഒരു ക്ലാസ് നമുക്കറിയാം. സാലിബയ്ക്കൊപ്പം തന്നെ എല്ലാ പിന്തുണയും നൽകി കിവിയോറും ഉണ്ടായിരുന്നു. പിന്നെ ഡേവിഡ് റായക്ക് വലിയ പരീക്ഷണങ്ങളൊന്നും ഫസ്റ്റ് ഹാഫിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം റായയുടെ ഭാഗത്തു നിന്നൊരു സേവ് പോലും മര്യാദക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. കാരണം റയൽ എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ ആർസണലിന്റെ ഡിഫൻസ് അത് ക്ലിയർ ചെയ്യുന്നു. റയൽ മാഡ്രിഡ് താരങ്ങളുടെ അല്ലെങ്കിൽ മുന്നേറ്റ നിരയുടെ അറ്റാക്കുകളെല്ലാം അവർ ക്ലിയർ ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് നമുക്ക് കാണാൻ സാധിച്ചു. ഇന്റർസെപ്ഷൻസ് ഉണ്ടായിരുന്നു, അതുകൂടാതെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ആർസണലിന്റെ ഡിഫൻസ് ഒരു രക്ഷയില്ല, ലോകോത്തരമായുള്ള ഡിഫൻസ് ആണെന്ന് അവർ വീണ്ടും തെളിയിച്ചു എന്നുള്ളതാണ്. കാരണം ബെർണാബുവിലെ ഇലക്ട്രിഫൈങ് ആയുള്ള ആംബിയൻസിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആർസണലിന്റെ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ആർസണലിന് ഒരു പെനാൽറ്റി ലഭിച്ചു 11ാം മിനിറ്റിൽ. പക്ഷേ സാക്കയ്ക്ക് അത് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. സാക്കയുടെ പെനങ്ക കിക്ക് തിബോ കോർട്ടുവ സേവ് ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിലും സാക്ക അതിനുള്ള പ്രായശ്ചിത്തം ചെയ്തു. സെക്കൻഡ് ഹാഫിൽ 65ാം മിനിറ്റിൽ ആർസണലിന് ലീഡ് നൽകി. ആ ഒരു ഗോള്, ആർസണൽ ലീഡ് നേടിയ ആ ഒരു ഗോള് ശരിക്കും ഒരു ടീം പ്ലേയുടെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ്, സ്ട്രക്ചറുള്ള ടീമാണ് ആർസണൽ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ ഒരു ഗോള്. എല്ലാവർക്കും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഡെക്ലാൻ റൈസിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഒഡെഗാർഡ്, പിന്നെ അവസാനം മിക്കൽ മെറീനോയുടെ പാസിൽ നിന്നാണ് സാക്കയുടെ ഒരു ബ്രില്യൻ ഫിനിഷ്. സാക്കയാണ് ശരിക്കും അത് തുടങ്ങിയത്, ആ ഒരു നീക്കം. അപ്പം ശരിക്കും ഒരു ടീം ഒരു എഫേർട്ടായിരുന്നു ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആർസണലിന്റെ ഒരു പ്രത്യേകത. കാരണം അവർ അത്രയും ഓർഗനൈസ്ഡ് ആയിരുന്നു, അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് മൈതാനത്ത് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ 2 മിനിറ്റിനകം തന്നെ ഗോൾ മടക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു. പക്ഷെ അത് ആർസണലിന്റെ ദാനമായിരുന്നു. കാരണം സാലിബയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഒരു ഗോൾ വിനീഷ്യസ് കണ്ടെത്തി. വളരെ ക്ലെവർ ആയിട്ട് തന്നെ വിനീഷ്യസ് അത് ഫിനിഷ് ചെയ്തു. പക്ഷെ അതൊരു റയലിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല കുറച്ച് വൈകി 67ാം മിനിറ്റിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു പെനാൽറ്റി എംബാപ്പയ്ക്ക് ലഭിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഓഫ് സൈഡ് ആയിട്ട് വിധിക്കുകയാണ് ഉണ്ടായത്. അത് 4-5 മിനിറ്റോളം നീണ്ട ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം റഫറി എടുത്തത്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു മത്സരം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഒരു ഫൈനൽ തേർഡിൽ ഒരു നല്ല ഒരു ക്ലിനിക്കലായിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ആർസണൽ ഡിഫൻസിന് മുമ്പിൽ, അതായത് ഫൈനൽ തേർഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും അത് തടയപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. വിനീഷ്യസിനാണെങ്കിലും എംബാപ്പയ്ക്കാണെങ്കിലും റോഡ്രിഗോയ്ക്കാണെങ്കിലും ബെല്ലിംഗാമിനാണെങ്കിലും ഇവർക്ക് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. റയൽ മാഡ്രിഡിനെ നമുക്ക് തോന്നിയത് ആർസണലിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ള രീതിയിൽ. കാരണം ആർസണൽ എത്രത്തോളം ഓർഗനൈസ്ഡ് ആണോ അതിന് നേർ വിപരീതമായിരുന്നു റയൽ മാഡ്രിഡ്. കാരണം റയൽ മാഡ്രിഡ് ഒരു സ്ട്രക്ചർ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അവർക്ക് ഒരു ലക്ഷ്യബോധത്തോടെ കളിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഇൻഡിവിജ്വൽ ബ്രില്യൻസിന് വീണ്ടും വീണ്ടും ഇങ്ങനെ റിലേ ചെയ്ത് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്ന. ഫസ്റ്റ് ലെഗിലും നമ്മളത് കണ്ടു, സെക്കൻഡ് ലെഗിലും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ ആർസണലിന്റെ ഫസ്റ്റ് ഹാഫിൽ ഒന്ന് രണ്ട് നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. ഒന്ന് സാക്കയുടെ നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് തിബോ കോർട്ടുവ സേവ് ചെയ്തു. പിന്നെ അത് കൂടാതെ മാർട്ടിനെല്ലിയുടെ ഭാഗത്ത് നിന്നും ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അതും കോർട്ടുവ സേവ് ചെയ്തു. കോർട്ടുവയുടെ ഒരു 3-4 സേവുകൾ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി കോർട്ടുവയുടെ ഇമ്പാക്റ്റ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയൊരു മാർജിനിൽ 2 ലെഗുകളുമായിട്ട് പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ റയൽ മാഡ്രിഡിന് ഉണ്ടാക്കിയത്. റയൽ മാഡ്രിഡ് ശരിക്കും എക്സ്പോസ്ഡ് ആയി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വമ്പൻ ടീമുകളോട് കളിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലൊക്കെ കണ്ടതാണ്, കാരണം വമ്പൻ ടീമുകളോട് കളിക്കുമ്പോൾ റയൽ മാഡ്രിഡ് എക്സ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു ടീമിനോട് കളിക്കുമ്പോൾ റയൽ മാഡ്രിഡ് ശരിക്കും തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ വലിയ ചടങ്ങുകൾ പോലെ തന്നെ കളി അങ്ങോട്ട് പോയി. ഏറ്റവും അവസാനം 1-1 എന്നുള്ള രീതിയിൽ നിൽക്കുന്നു 2-ാം ലെഗിലെ റിസൾട്ട്. അങ്ങനെ അവസാനം മാർട്ടിനെല്ലിക്ക് ഒരു ഗോൾ നേടി 2-ാം ലെഗിലും വിജയം നേടി ആ ഒരു സെമി ബർത്ത് സീൽ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അവിടെയും മിക്കൽ മെറീനോയുടെ ഒരു ത്രൂ ബോളിൽ നിന്നായിരുന്നു മാർട്ടിനെല്ലിയുടെ ആ ഒരു റണ്ണും അതിനുശേഷമുള്ള ഒരു മികച്ച ഫിനിഷും മാർട്ടിനെല്ലിയുടെ ഒരു വേഗതയ്ക്കുള്ള ഒരു എക്സാമ്പിളായി മാറി ആ ഒരു ഗോള്. അവസാന നിമിഷത്തിൽ 93-ാം മിനിറ്റിൽ 2-1 വിജയം ഉറപ്പിക്കാൻ ആർസണലിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആർസണൽ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ഒന്നും പറയേണ്ട ഡെക്ലാൻ റൈസ് തന്നെയാണ്. കാരണം ഡെക്ലാൻ റൈസ് ഒരു രക്ഷയില്ല. കാരണം ശരിക്കും പറന്ന് കളിക്കുകയാണ്. എല്ലാ മേഖലയിലും ഡെക്ലാൻ റൈസിൻ്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഫസ്റ്റ് ലെഗിൽ ആ 2 ഫ്രീ കിക്ക് ഗോളുകൾ നേടി റയൽ മാഡ്രിഡിന്റെ കഥ കഴിച്ചെങ്കിൽ സെക്കൻഡ് ലെഗിൽ ഒരു ഗംഭീര ഡിഫെൻസീവ് ഡിസ്പ്ലേ കൂടി ഡെക്ലാൻ റൈസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പലപ്പോഴും എംബാപ്പെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. റൈസിന്റെ ബ്ലോക്കുകളാണെങ്കിലും ക്ലിയറൻസ് ആണെങ്കിലും ശരിക്കും ഒരു ടവറിങ് ഫിഗർ ആയിട്ട് എന്താണോ ഒരു ലീഡർ ചെയ്യേണ്ടത് അത് മിഡ്ഫീൽഡിൽ റൈസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. തോമസ് പാർട്ടയും ഒഡേഗാർഡൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിന്നെ മിക്കൽ മെറീനോയുടെ ഒരു പെർഫോമൻസ് അതും ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു. കാരണം 2 ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയത് മിക്കൽ മെറീനോ ആണ്. മിക്കൽ മെറീനോ ഒരു ഇന്റലിജന്റ് ആയുള്ള പ്ലെയർ ആണ്. കാരണം സ്പാനിഷ് ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. റയൽ മാഡ്രിഡിനെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. അത് അദ്ദേഹം തെളിയിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആർസണൽ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ്. കാരണം അത്രയ്ക്കും മികച്ച രീതിയിൽ റയൽ മാഡ്രിഡിനെ പോലത്തെ ഒരു ടീമിനെ, വമ്പൻ താരനിര അടങ്ങിയ ഒരു ടീമിനെ ഒന്നുമല്ലാതാക്കാൻ ആർട്ടേറ്റയുടെ ശിഷ്യന്മാർക്ക് സാധിച്ചു. ആർട്ടേറ്റയുടെ തന്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്രയും കാലത്തെ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സെമിയിൽ PSG-ക്കെതിരെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 2 ടീമും നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ്. യുവനിരയുടെ ആ ഒരു കരുത്തോടെ മുന്നോട്ട് പോകുന്ന ടീമാണ്. അതുമാത്രമല്ല ആർട്ടേറ്റ മത്സരശേഷം പറയുകയും ചെയ്തു, ഞങ്ങൾ ഒരു ശരിക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ആ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയാണ്, PSG-യുമായുള്ള മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തുല്യശക്തികളുടെ പോരാട്ടമാണ്, എന്തും സംഭവിക്കാമെന്നാണ് ആർട്ടേറ്റ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് PSG-ക്കെതിരെയുള്ള ആ ഒരു സെമി പോരാട്ടത്തിനായി കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.